എല്ലാവർക്കും നമസ്കാരം. ഞാൻ സഗീർ അർക്കൽ. ഞാനിപ്പോൾ ഉള്ളത് ആലുവ എടത്തല പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ്. ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അത് സാധാരണ നടക്കുന്ന പോലെയുള്ള ഒരു ടൂർണമെന്റ് അല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. അതായത് സാധാരണ ഫുട്ബോൾ താരങ്ങൾക്ക് സംഭവിക്കുന്ന ലിഗ്മെന്റ് ഇഞ്ചുറി, അത്തരം ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾ അവരുടെ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ് നടക്കുന്നത്. ആ സർജറി നടന്നിട്ടുള്ളത് ആലുവ നജാത്ത് ഹോസ്പിറ്റലാണ് നടന്നിട്ടുള്ളത്. അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ സർജറി ഇവർക്കെല്ലാം സർജറി നടത്തിയിട്ടുള്ളത് ആലുവ നജാത്ത് ഹോസ്പിറ്റലിലെ സ്പോർട്സ് ഇഞ്ചുറി സർജറി വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് റിയാദാണ്. അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം. മറ്റുള്ള താരങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇവിടെ കളിക്കുന്ന ഫുട്ബോൾ താരങ്ങളെ ഒരുപാട് രക്ഷിതാക്കളൊക്കെ ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. ഈ നജാത്ത് ഹോസ്പിറ്റലിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ സർജറിയെ കുറിച്ചും സർജറി കഴിഞ്ഞ ആളുകളുടെ അവസ്ഥയെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇവിടെ ഒരു പേരന്റ് നിൽപ്പുണ്ട്. ആ പേരന്റ് ഒപ്പം തന്നെ ഡോക്ടർ മുഹമ്മദ് റിയാദ് നിൽപ്പുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. കളിയാണെന്നല്ലേ? എന്താ പേര്? എവിടെ വീട്? എവിടെ? എൻ്റെ വീട് കോതമംഗലം. കോതമംഗലത്താണ്. ഇവിടെ ആരാ വന്നിട്ടുള്ളത് ഫുട്ബോൾ കളിക്കാനായിട്ട്? ജ്യേഷ്ഠത്തിൻ്റെ മോൻ ഇതുപോലെ ഫുട്ബോൾ കളിച്ച് ലിഗ്മെന്റ് പ്രശ്നമായി. അങ്ങനെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇനാം ഫുട്ബോൾ താരമാണ് ഇവിടെ കളിക്കുന്നത്. ഇവിടെ സർജറി കഴിഞ്ഞതിന് ശേഷം കളിക്കുന്നതാണ്. ഇനാം എന്ന് പറഞ്ഞ ആൾ ഇവിടെ കളിക്കുന്നുണ്ട്. എൻ്റെ ബന്ധുവാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. നൗഷാദ് എന്നാണ് കട പേര്. അനുഭവം പുള്ളി കളിച്ചോണ്ടിരുന്നപ്പോൾ പുള്ളി അങ്ങനെ ഒന്ന് സ്ലിപ്പായി വീണു. എന്തോ ചെറിയൊരു പരിക്ക് പറ്റി. പിന്നെയും പുള്ളി കണ്ടിന്യൂ ചെയ്ത് കളിച്ചു. പിന്നെ വലിയ പ്രശ്നങ്ങളായി. അങ്ങനെ ഇപ്പോൾ ഇവർക്ക് അറിയാമായിരുന്നു നജാത്ത് ഹോസ്പിറ്റൽ. അങ്ങനെ ഡോക്ടർ റിയാദ്, മുഹമ്മദ് റിയാദ് സാറിൻ്റെ അടുത്ത് വിളിച്ചു. അങ്ങനെ അവിടെ ഓപ്പറേഷൻ ചെയ്തു. വളരെ സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വളരെ കംഫർട്ടബിൾ സോണാണ്. ഡോക്ടർ വളരെ ഓപ്പണായിട്ട് വളരെ കെയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഫോളോ അപ്പും അതുപോലെ ഇടയ്ക്ക് വിളിക്കും. എത്ര മടങ്ങി, എങ്ങനെയാണ് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നല്ലൊരു നമ്മുടെ ഒരു ഫാമിലി പോലെ നമുക്കൊരു ഫീൽ ചെയ്തു. അങ്ങനെ പിന്നെ ഇപ്പോൾ അവനൊരു കോൾ ഇവിടുന്ന് വന്നു, നിങ്ങളുടെ ഫിസിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോൾ വന്നു, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ വന്ന് ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആണെന്ന് കണ്ടു, പെർഫെക്റ്റ് ആണെന്ന് കണ്ടു. അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അവരെന്തൊക്കെയോ 2-3 ടെസ്റ്റ് ഉണ്ട്, കായികപരമായിട്ടുള്ള ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഓക്കെയാണ്, ഫിറ്റാന്ന് കണ്ടു. അങ്ങനെ അവനെ സെലക്ട് ചെയ്തു. അതും നിങ്ങളുടെ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്നിട്ട് 1-2 ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റിൽ അവൻ ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം അവനെ സെലക്ട് ചെയ്തു. അങ്ങനെ ടീമിലിട്ടു കളിക്കുന്നു. വളരെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്ക്, പ്രത്യേകിച്ച് പ്ലേയേഴ്സിന് ഭയങ്കര ഒരു കംഫർട്ടബിൾ സോൺ തോന്നും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഒരു വിൽ പവർ വേണം നമുക്ക് കളിക്കാനുള്ളത്. അങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലിഗ്മെന്റ് അസോസിയേഷൻ എന്ന് പറയാം, തമാശക്കാണെങ്കിലും ലിഗ്മെന്റ് ഓപ്പറേഷൻ സർജറി ചെയ്തവർ മാത്രമാണ് കളിക്കുന്നത്. ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു ഗെയിം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരുപാട് പേര് ഇതിനെ ഈ പരിക്ക് പറ്റിയിട്ട് പുറത്ത് നിൽപ്പുണ്ട്. സർജറി ചെയ്യാനായിട്ട് പേടി ഉള്ള ആളുകൾ, അതുപോലെ സർജറി കഴിഞ്ഞിട്ട് പേടിച്ചിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട് കളിക്കാതെ. അത്തരം ആളുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്ക് ഇത് ഇവരുടെ ഒരു അവയർനെസ്, അറിവില്ലായ്മയത്. എന്നുവെച്ചാൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നും ഇത്ര കംഫർട്ടബിളായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാമെന്നും അവർ നമ്മളെ സഹായിക്കുമെന്നും, അത് കഴിഞ്ഞാൽ നമുക്ക് പഴയതിനേക്കാളും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു അറിവില്ലായ്മയാണ് അവരിങ്ങനെ മാറിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ആണെങ്കിലും ഇപ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും 1-2 പ്രാവശ്യം ചിന്തിച്ചു, ഇന്നിപ്പോൾ ഇവിടെ പരിക്കുകൾ പറ്റുമോ? വളരെ മനോഹരമായിട്ട് കളിക്കുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ്. ഞാനൊരു ചെറിയൊരു പ്ലെയറാണ്. അപ്പോൾ നമുക്കും അറിയാം ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ. ഞാനും ഓർത്തിങ്ങനെ ടേൺ ചെയ്യുമ്പോഴൊക്കെ ഇനിയും പിന്നെ ലോക്കാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു തോന്നൽ മാത്രമാണ്. ശരിക്കൊരു തിരിച്ചു വരാൻ പറ്റും ഉറപ്പായിട്ടും. കണ്ടില്ലേ 11 നമ്പർ പ്ലെയറല്ലേ, എന്താ സ്മാർട്ട് ഗെയിം. 2-3 ഗോൾ അടിച്ചു. 7-8 മാസമേ ഉള്ളൂ. ഈ പ്ലെയറല്ലേ, അടിപൊളി കളി. ഓക്കെ, താങ്ക് യു.
ഒരുപാട് പേര് ഈ ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് മക്കള് കാണാൻ വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ കാണിച്ചു കൊടുത്തേ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. അലിയാണുള്ളത്. ഇതേ അലി ആളൊരു നേഴ്സാണ്. ഞാൻ അറിയുന്ന ആളാണ്. ആള് ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ വേണ്ടി വന്നതാണത്. ആ ആ എങ്ങനെയുണ്ട് കളി കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നുള്ള ആളുകളൊക്കെ മറ്റേ സർജറി കഴിഞ്ഞാന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? അതെ, സർജറി കഴിഞ്ഞവരാണ്. സർജറി കഴിഞ്ഞവരാണ്, ആ, ട്രീറ്റ്മെന്റ് സർജറി കഴിഞ്ഞവരാണോ വന്നേക്കുന്നത്? ACL സർജറി കഴിഞ്ഞവരാണ് എല്ലാവരും. എല്ലാവരും. അപ്പൊ കളി എല്ലാവരും നല്ല ഫിറ്റ് ആണ് തോന്നുന്നു അല്ലേ? അതെ അതെ. നമ്മുടെ എടത്തല ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഹക്കീം ഇവിടെ കളി കാണാൻ വേണ്ടി നിൽപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഹക്കീം ഭായി, എന്താണ് ഈ ഫുട്ബോൾ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ആലുവ നജാത്ത് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഡിഫൻഡേഴ്സ് ക്ലബും കൂടി സംയുക്തമായിട്ടാണ് ഈ അതെ ഫുട്ബോൾ മത്സരം നടത്തുന്നത് അല്ലേ? അതെ അതെ അതെ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും കളിക്കാൻ തയ്യാറാവാണ്ടും ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റൂല എന്നൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ, ഓപ്പറേഷൻ ചെയ്താലും കളിക്കാനും പറ്റും, എനിക്ക് പുറത്ത് പോയി ജോലിക്ക് വെയിറ്റുള്ള ജോലികൾ എടുക്കാനും പറ്റുമെന്ന് തെളിയിക്കണം. അങ്ങനെ ഈ പുറത്ത് ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൗണ്ടിലേക്കും ഒക്കെ ആയിട്ട് ഇറങ്ങി വരണം. നല്ല നല്ല പ്ലേയേഴ്സ് ഇതിന് ഇഞ്ചുറി പറ്റിയെന്നവർ പുറത്ത് വീട്ടിൽ കയറി ഇരിക്കുന്നുണ്ട്, കളി ഉപേക്ഷിക്കുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇത്. കാരണം നമ്മുടെ ഇപ്പോൾ ഈ ഒരു കളിക്കുന്ന ഒരു ടീമിൽ തന്നെ നമ്മുടെ പ്ലേയേഴ്സ് തന്നെയുണ്ട്. ഇവിടെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്, അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ പല നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പല കേരളത്തിലെ പല സ്ഥലത്തും അങ്ങനെ നമ്മുടെ നാടിന്റെ പല ഭാഗത്തുള്ളവർക്ക് കൂടി ഇത് മനസ്സിലാവണം. ഇങ്ങനെ ചെയ്താലും നമുക്ക് തിരിച്ച് ഓപ്പറേഷൻ ചെയ്താലും തിരിച്ച് കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ പറ്റും, എനിക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കളിച്ചോളും, തിരിച്ചു വന്നോളും, ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായിക്കോളും, ഫിറ്റ്നസ് റെഡി ആക്കിക്കോളും. അതിനൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ഉദ്ദേശത്തോടെയാണ് അതായത് ഒരുപാട് പേര് പരിക്ക് പറ്റിട്ട് തന്നെ സർജറി ഒന്നും കഴിയാതെ പുറത്ത് നിൽപ്പുണ്ട്. നിൽപ്പുണ്ട്. അപ്പൊ അവർക്കും കൂടി ഒരു പ്രചോദനമാണ് ഈ സർജറി ചെയ്തിട്ട് ഈ കളിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കും ഒരു പ്രചോദനമായിരിക്കും അല്ലെ? ആയിരിക്കും. അതന്നെ, നമ്മുടെ ഇവിടെ തന്നെ ഒരു 3-4 സർജറി ചെയ്യാണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ട് 3-4 പേര് തന്നെ ഉണ്ട് ചെയ്യാതിരിക്കുന്നവര്. അപ്പൊ അവർക്ക് 2 കാലം ചെയ്യേണ്ടവരുണ്ട്. അപ്പൊ അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ, ചെയ്താലും എനിക്ക് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും എനിക്ക് കളിക്കാൻ പറ്റും എന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതായിരുന്നു എന്റെ ഉദ്ദേശം. ഒരുപാട് ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബിന്റെ, അതായത് ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഹക്കീമാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ സർജറി കൊണ്ട് ആർക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സർജറി കഴിഞ്ഞ ശേഷം സുഖമായിട്ട് ഒന്ന് ഇതുപോലെ കളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സർജറി കഴിയാതെ പരിക്ക് പറ്റിയിട്ട് വീട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ട്, അവർക്കും ഒരു പ്രചോദനമായിട്ടാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നതാണ് മുഹമ്മദ് ഹക്കീം നമ്മളോട് പറയുന്നത്. അതെ അതെ അതെ, അതാണ് ഉദ്ദേശം. അതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു മോട്ടീവ്. താങ്ക് യു. ഈ ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ വേദിയിൽ രണ്ടുപേർ ഇരിപ്പുണ്ട്. അത് ഒരാള് പേര് എനിക്കറിയില്ല. ഒരാള് ആലുവ നജാത്ത് ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഡോക്ടർ എം അബ്ബാസ് സാറാണ്. സാറിന്റെ അടുത്ത് തന്നെ ഒരാൾ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. വാ. അസ്സലാമു അലൈക്കും. കളിയാണിരിക്കും അല്ലേ? എന്താണ് ഈ കളി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറയാമോ? ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, എൻ്റെ പേര് അബു ഹാരിസ്. അബു ഹാരിസ് എന്നാണ് പേര്. ഇവിടെ തന്നെ ഉള്ളത്? ഞാൻ ആലുവ MG യൂണിവേഴ്സിറ്റി പഴയ പ്ലെയറാണെന്ന് ഞാൻ പറഞ്ഞില്ല. MG യൂണിവേഴ്സിറ്റിയുടെ പഴയ ഫുട്ബോൾ താരമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാം, ചോദിക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, പരിക്കിൽ നിന്ന് വിജയത്തിലേക്ക്, ആ മെസ്സേജ് തന്നെ കളിക്കാർക്ക് ഒരു ഈ കളിയിൽ നിന്ന് പരിക്ക് പറ്റി മാറി നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സന്ദേശമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളതിന്റെ പിന്നിൽ ഇപ്പൊ നജാത്ത് ഹോസ്പിറ്റലിന്റെ ഡോക്ടർ എന്ന് പറയുമ്പോൾ, ഡോക്ടർ റിയാദ് എന്ന് പറയുമ്പോൾ ലിഗമെന്റ് ആയാലും ഈ സ്പോർട്സ് ഇഞ്ചുറികളിൽ അദ്ദേഹത്തിന്റെ കഴിവ് നല്ല ഇതാണ്. അദ്ദേഹത്തിന് മുൻകൈ എടുത്ത് ഇത് നടത്തുമ്പോൾ നമുക്ക് അതിനകത്ത് അദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ കേട്ടിരുന്നു. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ സാറിന് അന്വേഷിച്ച് വന്നായിരുന്നു. അതേ പറഞ്ഞു, അദ്ദേഹത്തെ പോലെ ആളെ കിട്ടിയത് ഞാൻ പറഞ്ഞു. നമ്മുടെ പരിസരം ഏത് ഈ മേഖലയിൽ എവിടെയായാലും അത്തരം പരിക്കുകൾ പറ്റിയവർക്ക് ഏറ്റവും എത്താൻ പറ്റിയ ആളും അതിനെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോകുന്ന പ്ലേയേഴ്സ് ആരായാലും, ഇപ്പോൾ പരിക്ക് പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പരിക്ക് പറ്റി നമ്മൾ പുറത്തിരുന്ന പഴയ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് ചികിത്സ ഇതില്ല. ഇപ്പം ഞാൻ 30 കൊല്ലം മുമ്പ് ഇഞ്ചേർഡ് ആയതാണ്. ഇന്നാണ് ഞാൻ വീണ്ടും ഗ്രൗണ്ടിൽ തിരിച്ചു എത്തിയേനെ. ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പം ഈ കാലത്ത് പരിക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ര ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ തിരിച്ചു വരാം ഗ്രൗണ്ടിലേക്ക്. അതിന് ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല, മാനസികമായിട്ടുള്ള ആ ധൈര്യം ഏത് പരിക്കിനെ നമ്മൾ മറികടക്കാനായിട്ട് കൊടുക്കണം. കൊടുത്താൽ ഈസി ആയിട്ട് തിരിച്ച് ഗ്രൗണ്ടിൽ വരാം. ഇപ്പോൾ ഇതിൽ തന്നെ എത്രയോ പേര് ഇപ്പോൾ ഈ കളിക്കുന്നതിൽ തന്നെ പരിക്ക് പറ്റി ഇഞ്ചുറി സർജറി കഴിഞ്ഞവരാണ്. വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും. വളരെ നന്നായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഗോൾ അടിച്ച ഗോള് ഒരു
അങ്ങനെയുള്ളൊരു കളിക്കാരൻ പറയൂല. പക്ഷെ ശരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഗോൾ അടിച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ തിരിച്ചു വരാൻ ഈ ഇപ്പോൾ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് ആരും അതിനകത്ത് നമ്മൾ മാറിപ്പോകേണ്ടോ അല്ലെങ്കിൽ പരിക്കൻ്റെ കളി അവസാനിപ്പിച്ച് ഒരിക്കലും കരുതരുത്. തിരിച്ചു വരാം. അതിന് ഏറ്റവും നല്ല പ്രചോദനമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് പരിക്ക് പറ്റിയിട്ട് പേടിച്ചിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട് സർജറി കഴിയാതെ. അതുപോലെ സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വീട്ടിലിരിക്കുന്നുണ്ട് കളിക്കാതെ. അത്തരം ആളുകൾക്ക് ഒരു പ്രചോദനം എന്നുള്ളതാണ് ഈ കളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും നമ്മൾ മറികടക്കുന്നത്. ഈ കളി പരിക്ക് പറ്റിയിട്ട് വീട്ടിലിരിക്കുക, തിരിച്ച് ഗ്രൗണ്ടിലേക്ക് ഒരു ഭയം. പിന്നെ ആളുകൾ അതിനകത്ത് പലരും വീണ്ടും പരിക്ക് പറ്റിയാൽ എന്തെങ്കിലും പറ്റുമെന്നുള്ള ഭയങ്കര ടെൻഷൻ. അതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ലഘൂകരിച്ചിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം വേണേ ഞാൻ പറഞ്ഞില്ലേ അതിനെ മറികടക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഫിസിക്കലായിട്ട് നമ്മൾ ഭയം ഉള്ളിൽ വരുമ്പോഴാണ് ഇത്തരം ഈ നമ്മൾ വീട്ടിലിരിക്കുന്നു അല്ലെങ്കിൽ ഇനി കളിക്കാൻ പറ്റില്ല. അതിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ചെയ്തേക്കണ ഈ ഡോക്ടർ ഈ ചെയ്തേക്കണ ഈ സന്ദേശം അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച ഈ പരിപാടി എല്ലായിടത്തും വേണം. ഈ പരിക്ക് പറ്റി വീട്ടിലിരിക്കുന്നവരെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം. അതിന് നമ്മൾ മുൻകൈ എടുക്കണം. ബെസ്റ്റ്. സാറ് നല്ലൊരു സന്ദേശമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഭയപ്പെട്ട് നിൽക്കുന്ന ഫുട്ബോൾ താരങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു സന്ദേശമാണ് സാറ് തന്നിട്ടുള്ളത്. പഴയ യൂണിവേഴ്സിറ്റി താരം കൂടിയാണ് സാറ്. എന്തായാലും നമുക്ക് നല്ലൊരു അറിവാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ആളെ സന്ദർശിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് റിയാദ്, ഓർത്തോപെഡിക് സർജൻ, നജാത്ത് ഹോസ്പിറ്റൽ. നമ്മളിവിടെ ഒരു പ്രോഗ്രാം വെച്ചെന്ന് വെച്ചാൽ ബാക്ക് ടു ഗെയിമാണ്, കളിയിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ ഉദ്ദേശം വെച്ചാൽ കുറേ പരിക്ക് പറ്റിയ കുറേ ആളുകളുണ്ട്. അവരെല്ലാം കളിയിൽ നിന്ന് വിരമിച്ച് കളിക്കാതെ വീട്ടിൽ, കുറേ ആൾക്കാർ ഡിപ്രഷൻ ഉണ്ട്, കുറേ ആൾക്കാർ വേറെ ഇതിൽ പോവുകയാണ്. അങ്ങനെ ആൾക്കാരെ തിരിച്ച് കളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു തീരുമാനത്തോടെ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ കളിക്കുന്ന എല്ലാവരും ലിഗമെന്റ് സർജറി കഴിഞ്ഞ ആൾക്കാരാണ്, ഒരു 8 മാസം കഴിഞ്ഞ ആൾക്കാരാണ്. ഇതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിഗമെന്റ് ഇഞ്ചുറി വന്നാൽ ഡെഫിനറ്റ്ലി അവർക്ക് തിരിച്ച് കളിയിലേക്ക് പഴയ പെർഫോമൻസോട് കൂടി വരാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു അവയർനെസ് പ്രോഗ്രാമാണ്. മെയിനായിട്ട് പാരൻസിനും ഈ പ്ലെയേഴ്സിനും ഒരു പ്രചോദനമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാം തിരിച്ച് എന്താണ് ഏത് കളിയിലാണ് അവർ ഇൻവോൾവ് ചെയ്ത് ആ ഇൻവോൾവ്മെൻറ്റ് തിരിച്ച് ആ സെയിം പെർഫോമൻസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ ഇതിൻ്റെ പുറകിൽ കുറേ ഇവിടെ കളിക്കുന്ന എല്ലാവരും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഒരു 8 മാസം കൊണ്ട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തിരിച്ച് ആ കളിയിലേക്ക് വരാം വിത്ത് പഴയ പെർഫോമൻസോടുകൂടി. നജാത്ത് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് നസീർ സാറ് അവിടെ കളി കാണുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് വിവരങ്ങളൊന്ന് ചോദിക്കാം. സാറേ നമസ്കാരം. കളി കാണാനല്ലേ? ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഒരു വാക്ക് സംസാരിക്കാം. ഈ ഇപ്പോഴത്തെ ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറയുന്നത് അത് നോർമലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം പരിക്കുകൾ, ഇപ്പം അതിപ്പോൾ ഏത് ഗെയിംസ് ആയിക്കോട്ടെ, പരിക്കുകളിൽ നിന്നും ഒരു മോചനം കിട്ടി വീണ്ടും ആ ഒരു പ്ലെയർ എന്ന രീതിയിൽ വരിക എന്നുള്ളതാണ് നമ്മൾ ഈ മാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇപ്പം ഇവിടെ കാണികളുണ്ട്. അതുമായിട്ടുള്ള ഈ സർജറി കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള കാണികളുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ടൂർണമെന്റ് എന്നുള്ളത് വളരെ പ്രചോദനമാണ്. അവർക്കും ഇനിയും അവരുടെ സ്വപ്നങ്ങൾ ഇനിയും അവർക്ക് ഇതിൽ നെയ്യാൻ പറ്റും. എല്ലാവിധ ആശംസകളും ഇവിടുത്തെ പ്ലേയേഴ്സിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ശ്രീ മുഹമ്മദ് നസീർ സാറാണ് നമ്മളോട് സംസാരിച്ചത്. സാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ അണിയിച്ചൊരുക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള നല്ലൊരു പങ്ക് ഇതിലുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും തരികയാണ്. തിരിച്ചു വരാൻ പറ്റും. അതല്ല, ചില ആളുകൾ കളിച്ചു കഴിയുമ്പോൾ പിന്നെ കാൽ തെറ്റിപ്പോൾ കഴിഞ്ഞ് മനസ്സിലാക്കുക അത് ഡെഫിനറ്റ്ലി സർജറി ചെയ്യാതെ നമുക്ക് പറ്റില്ലെന്ന്. അത് ഗ്രേഡ് 2 ഗ്രേഡ് 3 tier ആണ്. പിന്നെ ആക്ച്വലി അവരുടെ ഡയറ്റ്സ് എല്ലാം കൺട്രോൾഡ് ആയിട്ടായിരിക്കണം. മിക്ക പ്ലേയേഴ്സ് എപ്പോഴും എന്തെങ്കിലും ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഫിറ്റ്നസ് പോകും. ശരിക്കും ആ ഫിറ്റ്നസ് കളയാൻ പാടില്ല. കാരണം ഇപ്പൊ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ നാളെ തൊട്ട് അവർ ആക്ച്വലി ആ പർട്ടിക്കുലർ സ്ട്രെങ്ത് ചെയ്യണം. അത് മാത്രമല്ല, അവരുടെ ഫുൾ ബോഡി വർക്ക്ഔട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. മിക്ക ആൾക്കാരും ആ വർക്ക്ഔട്ട് ഇല്ലാതെ ഭയങ്കര തടിച്ചിട്ടാണ് വേണ്ടത്. പിന്നെ ഒബീസ് എന്ന് പറയുക, അങ്ങനെ വരുമ്പോൾ ആക്ച്വലി നമ്മൾ ലിഗമെന്റ് സർജറി ചെയ്യുമ്പോഴും അവർക്ക് ഇഷ്ടംപോലെ എഫേർട്ട് കിട്ടണം. കാരണം തിരിച്ചു വരാൻ വേണ്ടി ഭയങ്കര തടി കുറച്ച് ആ പെർട്ടിക്കുലർ നീ ആണ് ഈ കോഡ്സ് ഹാൻഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് പവർ വെക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ 1 വർഷത്തിന്റെ മുകളിലാവും. പക്ഷെ അത് നമ്മൾ ആക്ച്വലി ഇപ്പൊ ഇഞ്ചുറി പറ്റി കഴിഞ്ഞിട്ട് തന്നെ ഒരു ആഫ്റ്റർ 1 വീക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട് വരാൻ ചാൻസ് കുറവാണ്. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് അറിയുന്നത്. കുറെ പേർക്ക് എന്നെ അറിയായിരിക്കും. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ലിഗ്മെന്റ്
പൊട്ടിയത്. അന്ന് ലിഗ്മെന്റ് എന്താണ്, മെനിസ്കസ് എന്താണ്, ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു 2005. അത് വെച്ച് പിന്നെയും കുറച്ച് നാൾ കളിച്ചു. പിന്നീട് കാലിന് സ്റ്റെബിലിറ്റി ഇല്ലാതെ ഡോക്ടറെ കണ്ടപ്പോഴാണ് MRI സ്കാനിൽ ACL പൊട്ടിയതാണെന്ന് കണ്ട് സർജറി ചെയ്തു. 6 മാസമായിരുന്നു ആ ടൈമിന്. 6 മാസം കഴിഞ്ഞാൽ കളിച്ചു തുടങ്ങായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 1 കൊല്ലത്തോളം ആയിരുന്നു വന്നത്. അപ്പോൾ 6 മാസം കഴിഞ്ഞു, പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്തു.